മാസ്റ്ററെ നമസ്കാരം, ഞാൻ യൂൻസാണ്. യൂനിസ് ഭായ് വെൽക്കം 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 യൂനിസ് ഭായ് വെൽക്കം. അല്ല, ഈ രണ്ടാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലെ മറിയെ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്നില്ലേ? അങ്ങനെ ഒരു മറിയെ പരിശുദ്ധാത്മാവായിട്ട് കണ്ടിരുന്നു. അങ്ങനെ കണ്ടിരുന്നവരുടെ പേര് കൊളി റീഡിയൻസ് എന്നാണെന്നൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ യൂനിസിന് തന്നെ വീണ്ടും സംശയം. ഇന്നലെ ഞാൻ പറഞ്ഞില്ല. അതെ അതെ അതെ. അല്ല, ഞാനിപ്പോ നിങ്ങള് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ചോദിച്ചു എന്നുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് മുഹമ്മദിനൊക്കെ ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഖുറാനകത്തൊക്കെ അങ്ങനത്തെ പരാമർശങ്ങൾ വന്നത്. മുഹമ്മദ് നബി ഡീൽ ചെയ്ത ഇന്ററാക്ട് ചെയ്ത ക്രിസ്ത്യാനികള് എല്ലാരും തന്നെ ഹെററ്റിക് ക്രിസ്ത്യൻസ് ആയിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് കിട്ടിയത് വികലമായ ക്രിസ്ത്യൻ വിശ്വാസത്തെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. അതാണ് ഈ ഖുറാനകത്ത് വന്നിട്ടുള്ളത്, അപലപിച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. യഥാർത്ഥ ക്രിസ്ത്യാനികളെ അദ്ദേഹം കണ്ടില്ല. നല്ലൊരു ക്രിസ്ത്യാനി അന്ന് കണ്ടിരുന്ന അദ്ദേഹം രക്ഷപ്പെട്ടു പോനെ. അങ്ങനെയാണ് ഇത് നിങ്ങളുടെ മതം ഉണ്ടാകത്തില്ലായിരുന്നു, ലോകം എത്ര നന്നായി പോകാനെ. ഈ ഹെററ്റിക്കുകളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്തെ പരിശുദ്ധാത്മാവിന്റെ അല്ലല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ മറിയത്തെ പരിശുദ്ധാത്മാവായിട്ട് കണ്ടത് കൊളീരിയൻസ് അല്ല കേട്ടോ. എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് ഇന്നലെ അയാളുടെ പേരെന്താണ്, അയാളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ബുക്ക് ഓഫ് പീപ്പിൾ ഓഫ് ബുക്ക് എന്ന് പറഞ്ഞ് അവർ ക്രിസ്ത്യൻസിനെ കാണിക്കുന്നത്. ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നു. അവർക്ക് ട്രിനിറ്റി തെറ്റായിട്ട് മനസ്സിലായി. അപ്പൊ അവർ പറയുന്നത് നസറാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. കൊളീറീഡിയൻസ് ഒരിക്കലും മേരിയെ പരിശുദ്ധാത്മാവായിട്ട് കണ്ടിട്ടില്ല. ഞാനത് പിന്നെ തെളിയിക്കാനായിട്ട് ചോദിക്കുകയാണ്. കാരണം മേരിയെ ട്രിനിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നേ കൊളീറിയൻസ്. പിതാവ് പുത്രനും മേരിയായിരുന്നു അവര് പറഞ്ഞോണ്ടിരുന്നത്. ഇല്ല, അങ്ങനെ ഒരു പിന്നെ എഴുത്ത് കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എഴുത്തില്ല. ഇത് അവർക്ക് തെറ്റിപ്പോയത് തന്നെയാണ്. അങ്ങനെയാണെ തന്നെ ഇയാളൊക്കെ എങ്ങനെ വഹി കിട്ടിയെന്ന് പറയുന്നത് ഇത് പൊട്ടത്തരമല്ലേ? ക്രിസ്ത്യാനികളെ വിശ്വസിക്കാത്ത ഒരു കാര്യം ഇയാൾ വഹി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളെ വിശ്വസിക്കാത്ത വിശ്വാസം പറഞ്ഞപ്പോ ഇത് പൊട്ടത്തരമല്ലേ ഈ വഹി എന്ന് പറയുന്ന സാധനം? വഹി എന്ന് പറഞ്ഞാൽ എന്നാ? ആ ജിബ്രെ മാലാഖ എന്നൊക്കെ കൊണ്ടു കൊടുത്തതാണല്ലേ? വഹി എന്ന് പറഞ്ഞാൽ ഓറക്കിൾ എന്നുള്ള അർത്ഥം. അപ്പൊ ഓറക്കിള് എത്രയോ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഓറക്കിള് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെന്തിനാണ് അത് നമ്മൾ സംശയിക്കുന്നത്? ഓറക്കിൾ ക്യാൻ കം ഫ്രം മെനി ഡിഫറെന്റ് സോഴ്സസ്. അപ്പൊ സോഴ്സ് ഏതാണെന്നാണ് പരിശോധിക്കേണ്ടത്. ഇപ്പൊ ഒരാൾക്ക് ഓറക്കിൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനൊണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഉണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കണ്ടന്റ് എടുത്ത് നോക്കുക, അതിന്റെ സോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ അത് മാറ്റൊരിച്ച് നോക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു ജിബ്രിയേല് വന്ന് കൊടുക്കുന്നതാണ് പറയുന്നത്, അല്ലാതെ നേരിട്ട് ഇങ്ങനെ അറിഞ്ഞ് ഗബ്രിയേല് കൊടുത്തെന്ന് ഒരു രേഖയില്ല. കാരണം ഗബ്രിയേല് വന്നിടത്തെല്ലാം ഞാൻ ഗബ്രിയേൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദിന്റെ അടുത്ത് വന്ന ആ സാധനം പുള്ളി പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഏതോ വേലക്കാരി പെണ്ണാണ് പറഞ്ഞത് അത് ഗബ്രിയേൽ ആയിരിക്കുമെന്ന്. അപ്പൊ അവളുടെ യജമാനത്തി പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ അവൾ അപ്പുറത്തെ പെണ്ണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇത് മുഹമ്മദിന്റെ കാതിലെത്തി. അങ്ങനെ ഇത് ഗബ്രിയേൽ ആയിരിക്കും നൂഹിച്ച് ഗബ്രിയേൽ എന്ന് പറഞ്ഞെന്നുള്ളതല്ലാതെ ഇയാള് വന്നിട്ട് ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേൽ എന്ന് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ വന്നിട്ട് ഗബ്രിയേൽ വരുമ്പോഴൊക്കെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞാൻ ഗബ്രിയേലാണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയല്ല. അതായത് ഈ ഇവരുണ്ടല്ലോ, ആദ്യത്തെ ഇയാളുടെ ഭാര്യ അങ്ങനെ തുണി അഴിച്ചു മാറ്റിയപ്പോ ഇവർ ഓടിപ്പോയി. അതുകൊണ്ടാണ് യഥാർത്ഥ ദൂതന് കണ്ടത്. പക്ഷെ മെറിയലിന്റെ അടുത്ത് വന്ന് ഊതുമ്പം ഈ നഗ്നത കാണുന്നുണ്ടല്ലോ, തുണി പൊട്ടി ഊതി എന്നാ പറയുന്നത്. അപ്പൊ ഇത് രണ്ടിടത്ത് അങ്ങനെ ശരി ചെലവാകില്ല. അത് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്. അതായത് ആദ്യത്തെ ഭാര്യ അങ്ങനെ തുടയിലിരുത്തിയാണ് ഇയാളെ ഇതാക്കുന്നത്, പ്രവാചകനാക്കുന്നത്. തുടയിലങ്ങാണ്ട് ഇരുത്തി അടുത്തത് മലപ്പുറത്ത് ആക്കി എന്ന് പറയുന്നത്. അപ്പം ഈ ദൂതൻ അങ്ങാണ്ട് ഈ നഗ്നത കണ്ട് ഓടിപ്പോയെന്ന് പറയുന്നു. അതുപോലെ തന്നെ വന്ന തികഞ്ഞ പുരുഷനായിട്ട് മിറിയാമിന്റെ അടുത്ത് വന്നിട്ട് തുണി ഒക്കെ ഊതിയെന്നും പറയുന്നു. അപ്പൊ അങ്ങനെ നഗ്നത കാണുമ്പോൾ ഞാൻ ഓടുന്നില്ല. അമ്മ എങ്ങനെ കാണുന്നത്? കേട്ടതല്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, യഥാർത്ഥ മലക്കാണെന്ന് അറിയാനുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തുണിയൊക്കെ കാണിച്ചാൽ ഓടുന്നെങ്കിൽ അത് നിന്നാല് അത് ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനല്ലേ? അതെ അതെ അതെ. അതായത് അന്നേരം ഈ ദൂതൻ ഓടിപ്പോയെന്ന്. അതായത് ഇവര് തുണി ഉരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആമിനെ അങ്ങനെ തുണി ഉരിഞ്ഞ് ഇയാളെ തുടയിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തിയാണ് പ്രവാചകനാക്കുന്നത്. അന്നേരം ദൂതൻ ഓടിപ്പോയി.
എന്നിട്ട് പക്ഷേ മിറിയത്തിന്റെ അടുത്ത് വരുവാൻ തികഞ്ഞ പുരുഷന്റെ രൂപത്തിൽ വന്നിട്ട് അവിടെ തുണി പൊക്കി ഊതുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാണുമ്പോ അന്നേരം ഇയാൾ ഓടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് സംശയം. ഇതിപ്പോ ഇവിടെ എടുക്കേണ്ട കാര്യം എന്താ എനിക്ക് മനസ്സിലായില്ല. നമ്മളത് മൈക്കിലില്ലായിരുന്നു. അല്ല അത് യൂനുസിനോടല്ലേ ചോദിക്കണ്ടേ? യൂനുസ് അല്ല, ഇത് വേറെ വേറെ ടോപ്പിക് ആണ്. നമ്മൾ വേറെ സംസാരിച്ചോണ്ടിരുന്ന യൂണിവേഴ്സിൽ ചോദിച്ചോന്നേ അത് നിങ്ങൾ അതെ ഒരു ഷോ ഓഫ് ആക്കി മാറ്റുന്നില്ല. അല്ല പാസ്റ്റർ, എന്റെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വന്നാണ്. പിന്നെ യേശുവിന്റെ ശിഷ്യന്മാര് ഈ ഏലിയാവിനെയും മറ്റേ മോശക്കും അബ്രഹാമിനൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവർക്കൊരു കൂടാരം ഒരുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ഇത് എങ്ങനെ മനസ്സിലായി? ഇവർക്ക് ഇത് ഏലിയാവാണെന്നും മോശയാണെന്നും അബ്രഹാമാണെന്നും എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? അവർ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നവര് പറഞ്ഞിട്ടുണ്ടോ അവിടെ? അതൊരു ഡിവൈൻ സെൻസ് എന്നുള്ളതേ ഉള്ളൂ. അല്ല, അവിടെ നിങ്ങളത് എടുക്കും. അവിടെ നിങ്ങളത് അങ്ങനെ പറയുള്ളൂ. അവിടെ നിങ്ങൾ അങ്ങനെ പറയുള്ളൂ, അല്ല വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു മാലാക വന്നിട്ട് അത് മാലാകയാണെന്ന് പറയണം എന്നുള്ള ഒരു നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമമുണ്ടോ ബൈബിളിലുണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഒരു മാലാക, അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ഒരുപാട് പറയൂ. ഞാൻ പറയാം. ഇവിടെ ഒരു മെസ്സേജ് കൈമാറുന്നില്ല. മോശയും ഏലിയാവും പത്രോസ്ലീഹായ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയല്ല. ഒരു മെസ്സേജ് കൊടുക്കുന്ന മെസ്സഞ്ചറായിട്ട് വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞാൻ ഇന്ന ആളാണ്. കാരണം മെസ്സേജ് സ്വഭാവത്തോടെ അല്ലേ കൊടുക്കുന്നത്. മറ്റേ അവരൊരു ദർശനം കാണുകയാണ്, വലിയ മേഘവും വലിയ വെളിച്ചവും, അതിനകത്ത് ഇങ്ങനെ 2 പേര്. അപ്പൊ അവർക്കത് തോന്നുകയാണ് മോശയും ഏലിയാവും ആയിരിക്കും. അപ്പൊ അവരെഴുതി മോശ ഏലിയാവിനെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ 3 കൂടുതലുണ്ടാക്കാം. അപ്പോഴാ കാഴ്ച അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു, അവിടെ കൊണ്ട് അത് തീർന്നു. അപ്പൊ അത് നമ്മൾ ഒരു തരത്തിൽ അഫക്ട് ചെയ്തില്ല അവരുടെ. അല്ല, ഇത് അവിടെയും വേണ്ടേ? അവരെ പരിചയപ്പെടുത്താതെ ഇവരെങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. അവരെ പരിചയപ്പെടുത്തണ്ടേ, ഞാൻ ഏലിയാവാണ് മോശയാണ് എന്ന് പറയണ്ടേ? നിരവധി അതിനകത്ത് യൂനുസ് ഭായി താങ്കൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം അവിടെ യേശു ക്രിസ്തു ഉണ്ട്, അതുകൂടാതെ യോഹന്നാനും യാക്കോബും ഉണ്ട്. ഇത് ഇവര് 3-4 പേർ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കേസിൽ ഇയാൾ ഏതോ ഇരുട്ടുള്ള ഗുഹയിലിരുന്നു ആരാണ്ട് വന്ന് കഴുത്തെ പിടിച്ച് ഞെക്കി, പിന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് ഇത് ആരാണ്, പുള്ളി പേടിച്ച് പനി പിടിച്ച് കിടന്ന്, പിന്നെ ആരാണ്ട് വേലക്കാർ പറഞ്ഞാണ് ഇത് ഗബ്രിയേൽ ആയിരിക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്, ഗബ്രിയേൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയല്ലേ ഇത് വരുന്നത്. അല്ലാതെ അങ്ങേർക്ക് ഇതെങ്ങനെ മനസ്സിലായി? ഇത് അങ്ങേർക്ക് ഇത് കിട്ടിയെന്ന് ആരെങ്കിലും കണ്ടോ? എന്തെങ്കിലും സാക്ഷിയുണ്ടോ? ഒരു സാക്ഷിയില്ല. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ സാക്ഷിയില്ലെന്നുള്ളതാണ്. സാക്ഷ്യമാണ് വേണ്ടത്, മനസ്സിലായോ? ഇത് എന്ത് സാക്ഷ്യമാണുള്ളത് ഇസ്ലാം മതത്തിന്? നിങ്ങളുടെ മതത്തിന്റെ വിറ്റ്നസ് ആരാണ്? നിങ്ങളുടെ മതത്തിന് വിറ്റ്നസ് ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ മതത്തിനെന്ന് പറഞ്ഞാൽ വിറ്റ്നസ് ആണ് ആദ്യം വരുന്നത്. യോഹന്നാൻ സ്നാപകൻ അവൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് വന്നു. അപ്പൊ സാക്ഷികളുടെ വലിയൊരു സമൂഹമായി തീർന്നിട്ടാണ് ഞങ്ങൾ ക്രിസ്ത്യൻ ചർച്ചിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതാണ് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സാക്ഷി ആരാണ്? ഇസ്ലാം മതത്തിന്റെ സാക്ഷി ആരാ? പറ, അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഈ ക്ലബ് ഹൗസിന്റെ 5 കൊല്ലമായിട്ട് ഒരുത്തരും ചോദിച്ചിട്ടില്ല ഇത്. കാരണം ഇതാണ് ഇതിന്റെ ക്രക്സ്. ആയിക്കോട്ടെ, അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഇങ്ങനെ ഒരു സാക്ഷ്യം ഇതും വേണമെന്നുള്ള നിയമം എവിടെയാണ്? ഞാൻ അതാ ചോദിക്കണേ. ഒരു പ്രവാചകനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് ഇങ്ങനെ ഒരു നിയമം വേണമെന്ന് ബൈബിളിക്കലായിട്ട് എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതൊന്ന് പറയും. ആദ്യം അതല്ലേ വേണ്ടേ? നിങ്ങളൊരു നിയമം 2-3 സാക്ഷി വഴികളാൽ ഏത് കാര്യം ഉറപ്പിക്കാം. വ്യാഖ്യാനല്ലേ? ബൈബിളിൽ എവിടെ അങ്ങനെ ഒരു നിയമം? ബൈബിളിൽ അങ്ങനെ ഒരു നിയമം എവിടെ? അങ്ങനെ ഇല്ല. നിങ്ങളെ വ്യാഖ്യാനാ പറയണത്. അവിടെയാണ് പേശക്. അങ്ങനെ സാക്ഷി വേണം, സാക്ഷിമൊഴി വേണം എന്നൊക്കെ പറയണത് തികച്ചും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ സഹോദരൻ, അത് തോറയിലുള്ളതാണ്. എടാ 2-3 അത് ആവർത്തനം 19 ഇല്ല. അല്ല, അത് അങ്ങനെയൊന്നും അല്ല അവിടെ പറഞ്ഞിട്ടില്ല. ഞാനത് വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു പ്രവാചകൻ എങ്ങനെ തിരിച്ചറിയുന്നുള്ളത് അവിടെ അങ്ങനെ ഒരു സാക്ഷി. അവിടെ ഒരു സാക്ഷി പറയുന്ന ഇത് കേൾക്ക്, മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത്. 2-3 സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം. മനസ്സിലായോ? അത് ആരെ കുറിച്ചാ പറയണത് പാസ്റ്ററെ? അത് വചനം ഒന്ന് പറയുന്ന എനിക്കൊന്നും പഠിക്കാല്ലോ. അതാണ്
അതായത് ന്യായപ്രമാണം അനുസരിച്ച് ഒരു സിംഗിൾ പേഴ്സന്റെ സാക്ഷ്യം അക്സെപ്റ്റബിൾ അല്ല. ആ. ഇത് മുഹമ്മദിന്റെ അല്ല, സാക്ഷ്യം ഞാൻ പറഞ്ഞാൽ അക്സെപ്റ്റബിൾ അല്ല. അത് ഞാൻ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല. നിങ്ങളുടെ ക്രൈറ്റീരിയ ന്യായപ്രമാണം അനുസരിച്ച് മുഹമ്മദിന്റെ മുഴുവൻ ക്ലെയിംസും ഇൻവാലിഡ് ആണ്. അത് റിജക്ട് ചെയ്യും, ചവറ്റുവട്ടാൽ എറിയും. കാരണം അറ്റ്ലീസ്റ്റ് 2-3 പീപ്പിൾ വേണം. അല്ല നിങ്ങൾ വന്ന് വെച്ച് മുഹമ്മദ് തന്നെ പറഞ്ഞു ആണ്ടി വലിയൊരു അടികാരനാണ്, ആണ്ടി തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടി അത് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മുഹമ്മദ് ക്ലെയിംസുമായിട്ട് ചെന്നപ്പോ യഹൂദന്മാർ ഓടിച്ചത്. യഹൂദന്മാരുടെ അടുത്ത് ഇങ്ങനെ ഇത് വിൽക്കാൻ ഒത്തിരി ശ്രമിച്ചായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാരെ കൊന്നും മുച്ചൂടും മുടിക്കുന്ന പിന്നീട് യുദ്ധം ചെയ്യുമ്പോഴൊക്കെ യഹൂദന്മാരെ ഓടിച്ചു. കാരണം അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് വിറ്റ്നസ് വേണം. മുഹമ്മദിന്റെ കഥയും കവിതയും സ്വർഗഭാവനയും എല്ലാം നല്ലതാണ്, യഹൂദനും കുളിര് പോയിരുന്ന സാധനമൊക്കെയാ. പക്ഷെ വിറ്റ്നസ്സസ് ഇല്ലാതെ പോയതാണ്. ഇതുവരെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. വിറ്റ്നസ് വേണം. അല്ല, എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ പറഞ്ഞു പ്രവാചകനായാൽ അതിന് തെളിവ് വേണം, സാക്ഷി വേണമെന്ന്. അതെവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ പ്രവാചകനാകുന്നതിന് പറയട്ടെ, അത് നിങ്ങൾ എന്റെ വായിൽ നിന്ന് എടുത്താണ്. പ്രവാചകനാകുന്ന കാര്യം അല്ലല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മലയിൽ അവര് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ട സംഭവത്തിന് സാക്ഷികളുണ്ട്. ആ സാക്ഷികളുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ വന്ന് ചിന്ന ആളെ കണ്ടായിരുന്നു എന്ന് പറയല്ല. അതാണ്ടാ പറഞ്ഞ അവിടെ സാക്ഷികളുണ്ടായിരുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷികളുണ്ട്. ക്രിസ്ത്യാനിറ്റി സാക്ഷികളാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു സാക്ഷ്യവും ഇല്ല. കാരണം മുഹമ്മദ് ഗുഹയിൽ ഇരുന്നപ്പോ ആരോ കഴുത്തിന് ഞെക്കിപ്പിടിച്ചു. ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇല്ല. ആരെങ്കിലും കേട്ടവരുണ്ടോ? ഇല്ല. ഇത് ആര് പറയുന്നതാണ്? മുഹമ്മദ് തന്നെ പറയുന്നതാണ്. അപ്പൊ മുഹമ്മദ് എന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു മതിഭ്രമം എന്നതിനപ്പുറത്ത് ഒരു വിറ്റ്നസ്സും ഇല്ല. അപ്പൊ സാക്ഷ്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു യേശു ക്രിസ്തുവിന് സാക്ഷ്യമുണ്ട്, യോഹന്നാൻ വന്ന് സാക്ഷ്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. അതിന്നാണല്ലോ ഞാൻ ചോദിച്ചത്. ഒരു പ്രവാചകനാണെന്ന് സാക്ഷ്യം വേണമെന്ന് ബൈബിളിൽ എവിടെയാണുള്ളത് വചനം? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ യേശുവിന് സാക്ഷ്യം ഉണ്ട് പറഞ്ഞപ്പോഴാ. മാത്രമല്ല യേശു പറഞ്ഞത് എനിക്ക് മനുഷ്യരുടെ സാക്ഷ്യമല്ല, യോഹന്നാന് മനുഷ്യരുടെ സാക്ഷ്യമുള്ളൂ, എനിക്ക് എൻ്റെ പിതാവിന്റെ സാക്ഷ്യം ആണ് ഉള്ളത്, എനിക്ക് മനുഷ്യരുടെ സാക്ഷ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഖുർആനും പറഞ്ഞത് അള്ളാഹുവിന്റെ സാക്ഷ്യം പ്രവാചകൻ അതുണ്ടെന്നുള്ളതാണ്. അതുണ്ട്, നിങ്ങളുടെ കേസിൽ അതും ഇല്ല. മനുഷ്യരുടെ കേൾക്ക്, ഗബ്രിയേൽ വന്ന, നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഗബ്രിയേൽ വന്ന കേസിൽ മേരിയുടെ അവിടെയും സാക്ഷികൾ ഇല്ലെന്നാണ് കൗണ്ടർ ക്ലാസിക്കൽ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ലോ അറിയത്തില്ല. നേരത്തെ പാസ്റ്ററുടെ കോട്ട് ചെയ്ത ലോ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. അത് അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കണം. തോറ മിനിമം അറിഞ്ഞാലേ ഒരു കോൺവെർസേഷനിലേക്ക് പോകാൻ പറ്റൂ. ഇനി മേരിക്ക് വന്ന വിസിറ്റേഷൻ ആണ് നിങ്ങൾ എപ്പോഴും കൗണ്ടറായിട്ട് 1400 വർഷമായിട്ട് വെക്കുന്നത്. പക്ഷെ പ്രത്യക്ഷപ്പെട്ട അതേപോലെ തന്നെ എലിസബത്തിന്, അതുപോലെ തന്നെ ജോസഫിന്, അതുപോലെ തന്നെ ശിഷ്യന്മാർക്ക് ഇതൊരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആയിട്ടല്ല അവിടെ നിൽക്കുന്നത്. ഇത് ഒരൊറ്റ ആളുടെ ബലത്തിലാണ് നിൽക്കുന്നത്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മേരിയുടെ വിസിറ്റേഷൻ പോലെ തന്നെ ജോസഫിനുണ്ട്, എലിസബത്തിനുണ്ട്, ആട്ടിടയന്മാർക്കുണ്ട്, ശിഷ്യന്മാർക്കുണ്ട്. ഈ എല്ലാ കേസിലും ഇവർക്ക് ഒരുമിച്ചാണ്. ഇനി പുനരുദ്ധാനത്തിന് ശേഷം ആദ്യ കേഫാവിനും പിന്നെ പന്തിരുവർക്കും യാക്കോബിനും പിന്നെ 500-ലധികം സഹോദരന്മാർക്കും സാക്ഷ്യമുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് ഒരൊറ്റ ഒരു മനുഷ്യന്റെ ബലത്തിനൊരു മതം നിൽക്കുകയാണ്. ആര് പ്രത്യക്ഷപ്പെട്ടു? ഗബ്രീനെ പ്രത്യക്ഷപ്പെട്ടു. ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദിന്റെ ഇവിടെ ആരുണ്ട്? ആരുമില്ല. ആര് മുഹമ്മദ് പറയുന്ന മാത്രം വിശ്വസിക്കും. അത് തന്നെയല്ല യൂനിസ് ഭായ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ മേരിയുടെ അടുത്ത് വന്നിട്ട് ഗബ്രിയേൽ മാലാഖ പറയാണ് നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുക. എന്നിട്ട് അത് പോവല്ല. അതേ മെസ്സേജ് യോസഫിന് കൊടുക്കുകയാണ്. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന ദൈവത്താലാണ് അവളെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ടത്. അപ്പം ദൈവം രണ്ടുപേരോടാണ് പറയുന്നത്. ഇനി അനന്യാസിനോട് പറയുകയാണ്, നേർവീതിയിൽ അവളെ ശൗൽ എന്നൊരുത്തൻ പ്രാർത്ഥിക്കുന്നു, നീ ചെന്ന് അവനെ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ശൗലിനോട് ദർശനം കൊടുക്കുകയാണ്. ശൗലിനോട് പറയാണ് നീ ഉപദ്രവിക്കുന്ന നസ്രായന യേശുവാണ് ഞാൻ. ബോത്ത് എൻഡ്സ് ആണ് ഇത് പറയുന്നത്. അപ്പൊ അല്ലാതെ മേരിയോട് വന്നിട്ട് ഒരു ദൂതം വന്ന് പറഞ്ഞു നീ ഗർഭിണിയായി മകനെ പ്രസവിക്കും. അവള് ഗർഭിണിയായിട്ടിരിക്കുക, യോസഫിന് അറിവില്ലൊന്നുമില്ല. എന്നിട്ട് മേരി പറയണം നിങ്ങൾ സത്യമായും വിശ്വസിക്കണം, ഒരു മാലാഖ വന്നായിരുന്നു ഞാനിങ്ങനെ ഗർഭിണിയാ. ആര് വിശ്വസിക്കാനാ? അങ്ങേ തലക്കലും പറയണം. ഇത് മുഹമ്മദിന് ഗബ്രിയേൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ കഴുത്തെ ഞെക്കിപ്പിടിച്ചു,
വകി കൊടുത്തു കഴിയുമ്പോൾ വേറൊരുത്തരോട് പറയണം, എടാ ഞാൻ ഒരുത്തന്നെ ഞെക്കി കശാപ്പ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്, അവന് തൂത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നീ പോയി അവനെ എഴുന്നേപ്പിച്ചോണ്ട് വരാൻ ഒരുത്തരോട് പറഞ്ഞോ. അപ്പൊ അവിടെ സെക്കൻഡ് വിറ്റ്നസ് ഇല്ല. ഇതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിംഗിൾ വിറ്റ്നസ് വെച്ച് ഈ പണി നടക്കത്തില്ല രണ്ട് സൈഡിലും. ഇപ്പൊ പത്രോസിനോട് പറയാണ്, കൊർന്നേലിയസിനോട് പറയാണ്, നീ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ശീമോൻ എന്ന പേരുള്ള ഒരുത്തരുണ്ട്, അവനെ വിളിച്ച് നീ നിന്റെ ഗൃഹം മുഴുവൻ രക്ഷപ്പെടാനുള്ള വചനങ്ങളെ കേൾക്കണം. കൊർന്നേലിയസ് എന്ന് പറഞ്ഞാൽ വിജാതീയന. ഇവൻ ആളെ വിട്ട പത്രോസ് ചെല്ലുക. പത്രോസ് മൂത്ത ജൂതന. അവനവിടെ മട്ടുപ്പാവിൽ കിടന്നുറങ്ങുക. താഴെ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുക, വിശപ്പ് കൂടിയിട്ട് മയങ്ങുക. അപ്പോഴേക്കും ദൈവം എന്ത് ചെയ്യാണ്? പത്രോസിനെ ദർശനം കാണിക്കുക, തുപ്പട്ടി ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയാം, താഴെ ആള് വന്നിട്ടുണ്ട്, നീ അവരോട് പോകാൻ ശങ്കിക്കേണ്ട, ഞാനാണ് അവരെ വിട്ടിരിക്കുന്നത്, കൂടെ പോകും. രണ്ട് സൈഡിലും പറയും. ഇതാണ് ഒറിജിനൽ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ പാറ്റേൺ. വൺ സൈഡഡ് അല്ല ഇത്, സിംഗിൾ വിറ്റ്നസ് അല്ല ഇത്. നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങേര് തന്നെ വന്ന് വെച്ച് പറയാണ്, ഇങ്ങനെ എന്നെ പിടിച്ച് ഞെക്കിയായിരുന്നു. അതിപ്പോ ജൂതൻ പറഞ്ഞു ഇത് പാറ്റേൺ, ദൈവത്തിന്റെ പാറ്റേൺ അല്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, എടുത്തില്ല. അതാണ് ജൂതൻ റിജക്ട് ചെയ്തത്. മനസ്സിലായോ? ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട്, സോറി കേട്ടോ, ഞാൻ തിരക്കാറുണ്ട്. യൂനിസെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കുക. യൂനിസെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സത്യങ്ങൾ എൻഫോഴ്സ് ചെയ്ത്, ഒരു മിനിറ്റ്, ഈ സത്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സാക്ഷ്യം നിരാകരിക്കുന്നവന് വെട്ടിയേക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ സാക്ഷ്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുകയല്ല, ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മരിക്കാൻ തയ്യാറാകുകയാണ്. ഓരോരുത്തരും, എല്ലാവരും മരിക്കാൻ തയ്യാറാകുകയാണ്. തന്നെത്താൻ മെനഞ്ഞുണ്ടാക്കിയ കള്ളമാണ്, ആരും തയ്യാറാകത്തില്ല. നിങ്ങളുടെ കേസിൽ എന്താണ്? ഈ സാക്ഷ്യത്തെ നിരാകരിക്കുന്നവന്റെ കൈയും കാലും വെട്ടി അവിടെ കമ്പി പഠിപ്പിച്ച് കയറ്റിയേക്ക്. ഇങ്ങനെയാണ് നിങ്ങൾ എൻഫോഴ്സ് ചെയ്തത് അന്ന് തൊട്ട് ഇന്ന് വരെ. ഈ സാക്ഷ്യങ്ങള് സത്യമാണെന്നുള്ളതിന്റെ മറ്റൊരു തെളിവുകൾ ഒന്നും അദ്ദേഹത്തിന് ശ്വാസം വിടാൻ ഒരു സമയം കൂടെ അദ്ദേഹം പറയട്ടെ. കേട്ടോ. അങ്ങനെ ഞാൻ പറയട്ടെ. ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇവർക്ക് ഇത് പിന്നെ എവിടുന്ന് കിട്ടിയെന്നുള്ളതിന് വല്ല സാക്ഷ്യം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവര് പരിശുദ്ധാത്മാവ് നിവേശിതമായി എഴുതി എന്നൊക്കെ അല്ലേ പറയണേ. അങ്ങനെ അതിന് എന്ത് സാക്ഷ്യമാണുള്ളത്? ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വെച്ച അതേ മാനദണ്ഡം എടുക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ പിന്നെ യഹൂദന്റെ വ്യാഖ്യാനം കൊണ്ടുവന്നു. യഹൂദന്റെ വ്യാഖ്യാനത്തിന് കൃത്യമായിട്ട് ബൈബിൾ വെച്ചിട്ട് ഒരു പിന്നെ പ്രവാചകന്റെ കള്ളപ്രവാചകനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് സത്യത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചുകൊള്ളുക. കാരണം നിയമാവർത്തനം 18 പറയുന്നുണ്ട്. എന്താണ്? ഞാനൊന്ന് വായിക്കാം. 18-ാം അധ്യായം 5 മുതൽ, യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ട, സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ള ഒരു ഇത് ഇവിടെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ എടുക്കൂല. കാരണം ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യേശു കള്ളപ്രവാചകനാണ് പിന്നെ എന്നുള്ള യഹൂദന്മാരുടെ ആരോപണത്തിന് അടിവരയിടുന്നത്. എന്താണ്? എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് നിങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ, അവനെ പേടിക്കരുത്. ഇത് നോക്കിക്കഴിഞ്ഞാല് സത്യത്തിൽ അതായത് അവനെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊല്ലപ്പെട്ട ഒരു പ്രവാചകൻ യേശു ക്രിസ്തു അല്ലേ? കാരണം ഈ യഹൂദന്മാര് പറഞ്ഞിട്ടുണ്ട്, നീ പിന്നെ ബേൽസബൂബ് ദേവന്റെ അഥവാ എക്രോനിലെ ദേവന്റെ നാമത്തിലാണ് നീ സംസാരിക്കുന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന യഹൂദന്മാർ യേശുവിന്റെ മേലിൽ ആരോപിച്ചിരുന്നു. നീ കള്ളപ്രവാചകനാണ്. അപ്പൊ ആ കള്ളപ്രവാചകൻ വന്ന് അന്യദേവന്റെ നാമത്തിൽ സംസാരിച്ച് അവനെ കൊല്ലണമെന്നാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വാദപ്രകാരം യേശു ക്രിസ്തു ഇവിടെ കള്ളപ്രവാചകനല്ലേ ഈ വചനപ്രകാരം? കാരണം കൊല്ലപ്പെട്ട വ്യക്തി യേശു ക്രിസ്തു അല്ലേ?
അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? അവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് കൊന്നു അല്ലെ? അന്യദേവന്റെ നാമത്തിൽ സംസാരിക്കും അവൻ വന്നിട്ട്. ആ ഓക്കെ, അപ്പൊ യേശുക്രിസ്തു കൊല്ലപ്പെട്ട പ്രവാചകനാണ് യൂനുസ് സമ്മതിച്ചല്ലോ. അല്ല, ഞാൻ സമ്മതിക്കല്ല, നിങ്ങളാണല്ലോ പറയുന്നത്, ഞാനല്ല. അല്ല, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ കൊല്ലപ്പെട്ടെന്ന്. അല്ല, യൂനുസ് എവിടെയെങ്കിലും ഉറപ്പിക്കേ. അല്ല, നിങ്ങളാണല്ലോ ഈ മാനദണ്ഡം. യേശുക്രിസ്തു കൊല്ലപ്പെട്ടെന്ന് യൂനുസ് പറഞ്ഞാൽ യൂനുസിന്റെ മുഹമ്മദ് കള്ളപ്രവാചകനായി. യൂനുസിന് അറിയാം. അല്ലത് യൂനുസിന് പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ യൂനുസ് പറ്റിയല്ലാത്ത പണിക്ക് എന്തിനാ ഇറങ്ങുന്നത്? അല്ലല്ല, അത് യൂനിസ് ഭായി പറഞ്ഞത് യൂനിസ് ഭായിയുടെ വിശ്വാസമല്ല, ബൈബിൾ പ്രകാരം ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയത് അല്ലേ യൂനിസ് ഭായി? അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചർച്ച പോകുന്നത്. പറയട്ടെ, യേശു ക്രിസ്തു പറഞ്ഞ അന്യദേവന്റെ നാമത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് തെറ്റിപ്പോയി എന്ന് യഹൂദന്മാർക്ക് മനസ്സിലായി. എന്താണ് അവിടെ തെറ്റിപ്പോയത്? 1, 2, 3, 4 കാര്യങ്ങൾ അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ വരുവാനുള്ള ഏലിയാവ് സ്നാപക യോഹന്നാനാണെന്ന് ജനത്തിന്റെ മുന്നിൽ യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് യേശു 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാല് ഈ സ്നാപക യോഹന്നാനോട് ചോദിക്കപ്പെട്ടു, നീ ഏലിയാവാണോ ചോദിച്ചു, അല്ലാർന്നു. നീ ക്രിസ്തുവാണോ ചോദിച്ചു, അല്ലാർന്നു. നീ ആ പ്രവാചകനാണോ? അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? അവരുടെ മുമ്പിൽ ഈ മാനദണ്ഡം യേശുവിന് വരികയാണ്. കാരണം അന്യദേവന്റെ നാമത്തിൽ സംസാരിച്ചാൽ അവൻ പറഞ്ഞത് സ്വന്തമായി പറഞ്ഞതാണെന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ അവനെ കൊല്ലണം. അപ്പൊ ഇത് കൃത്യമായിട്ട് യേശുവിന്റെ മേലേക്കല്ലേ ഇത് തിരിച്ചു വരിക എന്നാണ് എന്റെ ചോദ്യം. യൂനുസ് ഭായി പറയുന്നെന്ന് വല്ല ഊഹം യൂനുസ് ഭായിക്കുണ്ടോ? യഹൂദന്മാരിൽ ഒരു വിഭാഗം അവനെതിരായി ആലോചിച്ചു. എല്ലാ കാലഘട്ടത്തിലും കർത്താവിന്റെ അഭിഷിക്തന്മാർക്കെതിരായി ഗൂഢാലോചനയും ദുരാലോചനയും ചതിയും പതിയിരിപ്പും ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തുവിന് നേരെയും അങ്ങനെ ഉണ്ടായി, എല്ലാ കാലത്തും ഉള്ളതാണ്. പക്ഷെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ടെസ്റ്റിമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനം യേശുക്രിസ്തുവിനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ജഡ്ജി പീലാത്തോസാണ്. ഇവനിൽ, ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ പീലാത്തോസിന്റെ ഭാര്യ പറയാണ്, സ്വപ്നത്തിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടു, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. ഇനി യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന ഭൂതബാധിതനായ മനുഷ്യനിൽ നിന്ന് ഭൂതങ്ങൾ വിളിച്ചു പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, അങ്ങ് ഞങ്ങളെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പൊ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ പറയാണ്, നീ രാജത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ. കാരണം കള്ളൻ യേശുക്രിസ്തുവിന്റെ വിസ്താരം കണ്ടതാണ്. ഈ കള്ളന്മാരെ താഴെ നിർത്തിയിട്ടുണ്ട്. അവൻ കണ്ടതാണ് ഈ യേശുവിനെ വിസ്തരിച്ച് ജഡ്ജി ഇവൻ നീതിമാനാന്ന് പറയുന്നത്. ഇനി യേശുവിനെ ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ താഴെ നിന്നിട്ട് പറയും, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. ആ യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം കൂടെ നടന്ന, എപ്പോഴും ക്ലോസ് അസോസിയേറ്റ് ആയ ആളുകൾക്ക് എത്ര മികച്ച ആത്മീയനാണേലും കുറെ കുറ്റമൊക്കെ കണ്ടുപിടിക്കും. ഇത് യേശുവിന്റെ നെഞ്ചത്തോട് ജാരിയിരുന്ന് യോഹന്നാൻ പറയണ, അവൻ നീതിമാനായിരുന്നു. യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കാൻ നടന്ന ശൗല് പറയാം, അവൻ പാപമില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ പ്രധാന അപ്പോസ്തലനായ പത്രോസ് പറയണം, അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. യോഹന്നാൻ സ്ലീഹ പറയാം, അവൻ പാപം അറിഞ്ഞിട്ടേ ഇല്ല. പൗലോസ് സ്ലീഹ പറയാം, പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. അപ്പൊ ഈ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട നിര കിടക്കുകയാണ്. പിശാച് മുതൽ പീലാത്തോസ് വരെ നീണ്ട പട്ടികയാണ്. പീലാത്തോസിന്റെ ഉള്ളറയിലിരിക്കുന്ന ഭാര്യയ്ക്ക് വരെ ദൈവിക വെളിപ്പാട് കിട്ടി, ഇവൻ നീതിമാനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ആ രൂപത്തിൽ നീതിമാനെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി യൂനുസ് ഇവിടെ വന്നിരുന്നിട്ട് അവനിങ്ങനെ പോയിട്ടെന്ന് പറഞ്ഞാൽ അത് ചെവിത്തോണ്ടി കൊണ്ട് എക്സ്പ്രസ് ട്രെയിൻ മറിക്കാൻ നോക്കുന്നോലേ ഉള്ളൂ. അതൊക്കെ ഒരു ബാലിശമായ, ശ്രമിച്ചു നോക്ക്, അറിയുമോ? അല്ല, നിങ്ങളാണ് ഇവിടെ പഴയ നിയമത്തിലത്തെ മാനദണ്ഡം കൊടുക്കുന്നത്. ഇപ്പൊ മാനദണ്ഡം കൊടുന്നപ്പോ നിങ്ങൾ ശിഷ്യന്മാരെയും മറ്റുള്ള കാര്യങ്ങളോ പറയണേ. പഴയ നിയമത്തിൽ പ്രവാചകനും കള്ളപ്രവാചകനുമായിട്ട് കൃത്യമായ മാനദണ്ഡം ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ആ മാനദണ്ഡം വായിച്ചപ്പോ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. മാനദണ്ഡം എന്താണ് സഹോദരൻ? അവിടെ മാനദണ്ഡം ഒരുത്തം പ്രവചിക്കുന്ന നടക്കുകയല്ല. യേശുക്രിസ്തു പറഞ്ഞു, ഈ ദൈവാലയം ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിച്ചു കളയും. ദാറ്റ് വാസ് ക്വൈറ്റ് ഇമ്പോസിബിൾ ഇൻ ദാറ്റ് ഡേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 20 ടൺ ഭാരമുള്ള കല്ല് വെച്ച് പണിത യെരുശലേം ദൈവാലയം, അതിന്റെ കല്ലിന്റെ വലിപ്പവും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇനി ദൈവാലയം ഇടിഞ്ഞാലും കല്ലിന്മേൽ കല്ല് പോലും ശേഷിക്കാതെ ഇടിയുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പൊ ഒരു കല്ലിന്റെ മേൽ ഒരു കല്ല് പോലും അവശേഷിക്കുകയല്ല, അതുപോലെ ഇത് ഇടിഞ്ഞു പോകുമെന്നാണ് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതാണ് പ്രവചനം.
ആ പ്രവചനം ചരിത്രത്തിന്റെ ഒത്ത മധ്യത്തിൽ നടന്നു. ഇതുപോലൊരു പ്രവചനം മുഹമ്മദ് പറഞ്ഞത് നടന്നത് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാനുണ്ടോ? ഒരു സിംഗിൾ പ്രവചനം മുഹമ്മദ് ഇന്നുപോലെ പറഞ്ഞു. അല്ല ഇത് കേക്ക്, മുഹമ്മദിന്റെ വീഡിയോ പ്രവചനം മുഹമ്മദ് ഒറ്റയ്ക്ക് പോയി ചന്ദ്രനെ പിളർത്തിട്ട് താഴോട്ട് വന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ പോസ്റ്റ് പറയുന്നതല്ലാതെ നിങ്ങൾക്ക് പ്രവാചകനാണ് മുഹമ്മദ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാണ്. യൂനിസ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് പ്രവാചകനാണെന്ന് തെളിയിക്കും. അല്ല ഇത് ഈ സബ്ജക്ട് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ അതിൽക്ക് കൊണ്ട്. അല്ല ഞാനിപ്പോ യേശുവിന്റെ പ്രവചനം പറഞ്ഞല്ലോ. ഒരു പ്രവചനം യേശുവിന്റെ ഒരു പ്രവചനം പറഞ്ഞു. ലോക ചരിത്രത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഏറ്റവും കിടുക്കാച്ച് പ്രവചനം പറഞ്ഞു. യേശു യെരുശലേം ദേവാലയത്തിൽ നോക്കി ഇത് പൊളിഞ്ഞു പോകുമെന്ന് പ്രവചിച്ചു. അത് പൊളിഞ്ഞു കിടക്കുക, ഇപ്പോഴും കിടക്കുക. ഇനി ഇതിന് തുല്യമായിട്ട് ഒരു പ്രവചനം നിങ്ങളുടെ മുഹമ്മദ് പറഞ്ഞ് കാണത്ത്. അല്ല അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഇത് എന്റെ പൊന്നെ യൂനിസ്, ഒരു പ്രവചനം പോലും പറയാത്ത ഒരുത്തന്നെ പ്രവാചകൻ നാഴിക നാപ്പോട്ടം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അവൻ എന്ത് പ്രവചന പറഞ്ഞു? അല്ല അത് പറയണം. നിങ്ങളൊരു മുസ്ലിം എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രവാചകനെ പറ്റി പ്രതിവാദം ചോദിക്കുമ്പോ അത് പിന്നെ വേറൊരു വിഷയാന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാൾ നാണക്കേടുണ്ടോ? യൂനിസ് ഇവിടെ ഒരു ആൺകുട്ടിയെ പോലെ അല്ലല്ല, നിങ്ങളുടെ മുഹമ്മദ് പ്രവാചകൻ എന്ന നിലയ്ക്ക് എന്ത് പുണ്ണാക്ക് പ്രവചനാന്ന് അയാൾ പറഞ്ഞത്? ഒരു പ്രവചനം അയാൾ പറഞ്ഞിട്ടുണ്ടോ? അതിലേക്ക് അതങ്ങ് പറഞ്ഞേ, അത് പറ. അല്ലാതെ ഇപ്പൊ പറയണം. ഞാനൊന്നെടുക്കാം യൂനസ്ക. അതൊരു ബേസിക് ആസ്ക് ആണ് ആ സാധനം. കാരണം നിങ്ങൾ അല്ല ഞാൻ പറയട്ടെ, അത് എന്താണ് അതിനകത്ത് പ്രശ്നം പറയട്ടെ. അതുകൊണ്ടല്ല, അതൊന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കാൻ നിങ്ങൾ മനസ്സിലാവുമായിരിക്കും. ഇവിടെ ഒരു മാനദണ്ഡം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകനാകാൻ മാനദണ്ഡം അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം വചനത്തിൽ നിന്ന് എടുത്തു വായിച്ചില്ല. ഞാൻ കൃത്യമായിട്ട് മാനദണ്ഡം ഇവിടെ കൊടുന്നു. ആ മാനദണ്ഡ പ്രകാരം കൃത്യമായിട്ട് ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അതായത് യേശുവിന്റെ അന്യദേവന്മാരുടെ നാമത്തിലാണ്. പിന്നെ ഇതില് മാനദണ്ഡം പറഞ്ഞത് അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമെന്ന് ഇവിടെ യഹൂദന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡ പ്രകാരം മുഹമ്മദ് നബിയാണോ കള്ളപ്രവാചകൻ അതോ യേശു ക്രിസ്തു ആണോ എന്ന് എന്റെ ചോദ്യം. കാരണം യേശു ക്രിസ്തുവിനെ കൃത്യമായിട്ട് അവിടെ ഇവര് അന്യദേവന്റെ നാമത്തിലാണ് നീ സംസാരിച്ചത്. മത്തായി 12:27. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റി. സ്നാപക യോഹന്നാനെ അദ്ദേഹം ഏലിയാവാണെന്ന് പറഞ്ഞു. പക്ഷേ സ്നാപക യോഹന്നാൻ ഞാൻ ഏലിയാവാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കേട്ടു നിന്ന യഹൂദന്മാർക്ക് എന്ത് മനസ്സിലായി? അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് ഞങ്ങളെ പുസ്തകത്തിൽ ആവർത്തനം 18 ഇതില് പ്രവാചകനെ കുറിച്ചിട്ടുള്ള മാനദണ്ഡം പറഞ്ഞതിന് കൃത്യമായിട്ട് കള്ളപ്രവാചകനാണെന്ന് മനസ്സിലായി. അവർക്ക് മനസ്സിലാക്കണം. അപ്പോ കൊല്ലപ്പെട്ടവര് അങ്ങനെയല്ല. മൈക്ക് വെച്ചിരുന്ന ഞാനത് പറയാമായിരുന്നു. യൂനിസ് ഇത് മൈക്ക് മ്യൂട്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ പ്രവാചകന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തിരുന്ന ആ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികൾ, അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. ലൂക്കാസ് സുവിശേഷം 24 എമ്മോസിലേക്ക് പോകുന്നവർ പറയാണ്. അപ്പൊ വാക്കിലും ശക്തിയിലും ഹി വാസ് സോ പവർഫുൾ. അവന്റെ പ്രവാചനത്തിൽ ഒരുത്തനും ഒരു സംശയമില്ല. ഈവൻ പീലാത്തോസ് പോലും അവനെ കാണുവാൻ അത്യധികം ആഗ്രഹിച്ചിരുന്നു. ഹേരോദാവ് അവനെ കണ്ടുകൊണ്ട് സന്തോഷിച്ചു. ഇത് എല്ലാ ആളുകളും, കാരണം അത്രമാത്രം ആ ദേശത്ത് എതിർ പറയാനില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പകല് ഞാൻ ദൈവാലയത്തിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളാരും അവന്റെ നേരെ അനങ്ങാൻ ഒരാൾക്കും പറ്റില്ല. രാത്രിയിൽ നിങ്ങൾ ചതിയിൽ പിടിച്ച എന്തിനാണ്? പകല് ഞാൻ ദൈവാലയത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മത്തായി 12:27 കഴിഞ്ഞ് 28 പറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞു. അതിന്റെ ഉത്തരം യേശു അവിടെ പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്ന ആരോപണത്തിൽ ഒരു കാര്യമില്ല. കാരണം യേശുവിനെ അവർ ക്രൂശിച്ചെങ്കിൽ ആ മരണവിധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അത് മുഴുവൻ ഇൻവാലിഡായി. അത്തരത്തിലുള്ള മരണം വിധിക്കോ അവരുടെ ആരോപണങ്ങൾക്കോ ഒന്നും ഒരു അടിസ്ഥാനമില്ല. അത് മുഴുവൻ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഈ തരത്തിൽ മരണത്തെ ജയിച്ചതിലൂടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതിലൂടെ, പ്രവചനം കൃത്യമായി പറഞ്ഞത് നിറവേറിയതിലൂടെ മൾട്ടിഫോൾഡ് എവിഡൻസ് ആണ് യേശു ക്രിസ്തുവിന്റെ പ്രവാചകത്വത്തിന്റെ പിന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. നിങ്ങൾക്കൊരു സിംഗിൾ എവിഡൻസ് പോലും ഇല്ല.
മുഹമ്മദ് പ്രവാചകനാണ്. സ്വയമായിട്ട് തള്ളിയ തള്ളല്ലാതെ ഒരൊറ്റ ഒരു തെളിവ് പോലും നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ വെക്കിവിടെ തെളിവ്. അല്ല, ഇപ്പോ പാസ്റ്റർ കൊണ്ടുവന്ന മാനദണ്ഡം പാസ്റ്റർ തന്നെ അദ്ദേഹം തന്നെ പിൻവലിച്ചു. കാരണം അദ്ദേഹം കൊണ്ടുവന്ന് ന്യായപ്രമാണത്തിൽ ഒരു പ്രവാചകനാകാനുള്ള മാനദണ്ഡം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പാസ്റ്റർ എന്നോട് സംസാരിച്ചത്. ഇപ്പൊ അദ്ദേഹം അത് പിൻവലിച്ചു. ഇവിടെ മാനദണ്ഡം കൂടുന്നപ്പോ അദ്ദേഹം പറയണെന്താ, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുകൊണ്ടാണ് ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നത്. ഇപ്പൊ ആ മാനദണ്ഡം അദ്ദേഹം പിൻവലിച്ചു. ഇപ്പൊ ന്യായപ്രമാണത്തിലെ മാനദണ്ഡം അദ്ദേഹം എടുക്കണില്ല. നിങ്ങൾ തന്നെയല്ലോ സഹോദരാ, നിങ്ങൾക്ക് എന്തെങ്കിലും പഠന വൈകല്യമുണ്ട്? നിങ്ങൾക്ക് പഠന വൈകല്യമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ മാനദണ്ഡം കൊടുക്കുന്നത് എവിടെയെന്നാ എന്റെ ചോദ്യം. അതല്ലേ ഞാൻ പറഞ്ഞ രണ്ട് സാക്ഷികള്. നിങ്ങളിപ്പോ യേശുവിന്റെ സാക്ഷ്യത്തിലേക്കാ പോയത്. ഞാൻ മാനദണ്ഡം കൊടുന്നപ്പോ നിങ്ങൾ പറയുന്ന മാനദണ്ഡം എവിടെ? ഒരു പ്രവാചകനാകാൻ പറയുന്ന മാനദണ്ഡം എവിടെയെന്ന് എന്റെ ചോദ്യം. ആ മാനദണ്ഡം കൊടുന്നപ്പോ യേശു കള്ളപ്രവാചകനായിട്ടും അവരുടെ വാദം കൃത്യമായിട്ട് ഇവിടെ നിറവേറുകയാണ്. അങ്ങനത്തെ ഒരു മാനദണ്ഡം നിങ്ങൾ മുഹമ്മദിന്റെ പേരിലൊന്ന് കൊണ്ടുവരേ. അതാണല്ലോ വേണ്ടത്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് വചനം തന്നു. യേശുവിനെ അവര് പിന്നെ ഈ പറയുന്ന അന്യദേവന്റെ നാമത്തിലാണ് അവൻ സംസാരിച്ചത്. അതുകൊണ്ട് ന്യായപ്രമാണം 18 പിന്നെ നിയമാവർത്തനം 18 ആ വിധിക്കനുസരിച്ച് ആ യേശുവിനെ അവർ കൊന്നു. അപ്പൊ യേശു കള്ളപ്രവാചകനാണെന്ന് തെളിഞ്ഞില്ലേ? ഇവിടെ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിച്ചാൽ അത് അവൻ സ്വന്തമായി സംസാരിച്ചാണെന്ന്. ഏലിയാവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഇവൻ ഈ വരുവാനുള്ള ഏലിയാവ് തന്നെ. പക്ഷേ സ്നാപകയോഹന്നാൻ പറഞ്ഞു ഞാൻ ഏലിയാവ് അല്ലാന്ന്. ആ പ്രവചനം അവർ കേട്ടതാണ്. അത് തെറ്റിപ്പോയില്ലേ? പാസ്റ്റർ പറഞ്ഞ മാനദണ്ഡം പഴയ നിയമത്തിൽ ഉണ്ട് എന്നാണ്. അത് ഇപ്പൊ അദ്ദേഹം തള്ളിയില്ലേ? അത് കൊണ്ടുവരട്ടെ. ഞാൻ മാനദണ്ഡം പറഞ്ഞു. ഇനി അദ്ദേഹം മാനദണ്ഡം ഒന്ന് പറയട്ടെ. അദ്ദേഹം ഇപ്പൊ കൊണ്ടുവന്ന് അദ്ദേഹം വിഴുങ്ങി. എന്ത് മാനദണ്ഡ? ഞാനൊന്നും വിഴുങ്ങിയില്ല. എന്ത് മാനദണ്ഡ ഞാൻ കൊണ്ടുവന്നത്? ന്യായപ്രമാണത്തിൽ പ്രവാചകൻ അതിന് പിന്നെ അത് കൃത്യമായിട്ട് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം ഇപ്പൊ എവിടെ? നിങ്ങൾ പറഞ്ഞല്ലോ അതിന് സാക്ഷ്യം പറഞ്ഞിട്ട് സാക്ഷി ഇത്ര ആള് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ രണ്ട് സാക്ഷി 2 3 എവിടെ? എന്റെ ചോദ്യം അതാ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ മറിയത്തിന്റെ അടുത്ത് ഈ പറഞ്ഞ ദൂത് കൊടുത്ത അതേ മാലാഖ യോസഫിന് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു നീ അവളെ ചേർക്കാൻ മടിക്കണ്ട. അതേ ദൂത് എവിടെ കൊടുക്കുകയാണ്? ദൈവാലയത്തിനകത്ത് നിൽക്കുന്ന സെക്രിയാവിന് കൊടുക്കുകയാണ്. സെക്രിയാവിന്റെ ഭാര്യ ഗർഭവതി ആകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എലിസബത്തിനോട് പറയുകയാണ് ഇത് കർത്താവിന്റെ അമ്മയാണെന്ന്. അപ്പോൾ തന്നെ മറിയത്തോട് പറയാണ് ഇത് സംഭവിക്കുമെന്നുള്ളതിന്റെ അടയാളം മലനാട്ടിലുള്ള എലിസബ 6 മാസം പ്രഗ്നന്റ്, നീ എല്ലാം പോയി നോക്കാൻ പറയും. മറിയ അവിടെ ചെല്ലുമ്പോൾ മറിയ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, എലിസബത്തിന് ഓൾറെഡി ഇൻഫോംഡ് ആണ്. അപ്പൊ ഇതാണ് സാക്ഷികൾ. എത്ര മനോഹരമായിട്ട് നെയ്ത് ആണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങളുടെ മുഹമ്മദ് ഏതോ ഗൂഗിളിൽ ഇരുന്ന് ആരാണ്ട് കഴുത്തെ പിടിച്ച് ഞെക്കിയെന്ന് സ്വയം തോന്നിയിട്ട് എന്നിട്ട് ഈ ഉറക്കള വന്നു കഴിഞ്ഞാൽ, അതായത് സ്ലീപ്പിംഗ് ഡിസോർഡർ വന്നാൽ അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കുന്നതായിട്ട് തോന്നും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയോ, സ്ലീപ്പിംഗ് ഡിസോർഡർ വരുമ്പോൾ കഴുത്തെ ഞെക്കുന്നതായിട്ട് തോന്നും. ഇങ്ങനെ രാത്രി മരുഭൂമി കൂടെ ഒക്കെ ചുമ്മാ തോന്നിയാസമൊക്കെ ഓർത്ത് നടന്ന് സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ്. സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ട്. അയാൾ ഗുഹ കയറി ഇരുന്നപ്പം ആരോ കഴുത്തെ ഞെക്കുന്ന പോലെ തോന്നി. അത് സ്വാഭാവികമായി ഇന്ന് നിങ്ങൾ പോയിരുന്നാലും തോന്നും. അത്രല്ലാതെ വേറൊരാൾക്ക് കിട്ടിയ ഒരു വിറ്റ്നസ് ഉണ്ടോ? ഒരു സെക്കൻഡ് വിറ്റ്നസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇസ്ലാമിന് നെക്സ്റ്റ് വിറ്റ്നസ് ആരാണ്? ഞങ്ങൾക്ക് പറഞ്ഞ സാക്ഷികളുടെ വലിയ സമൂഹമാണ്. ഇതാണ് ഞാൻ വെച്ചത്. ഞാൻ വിഴുങ്ങിയ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് സാക്ഷ്യമില്ല, ഞങ്ങൾക്ക് സാക്ഷികളെ ഉള്ളൂ. സാക്ഷികളുടെ വലിയൊരു സമൂഹമാണുള്ളത്. അതാണ് വ്യത്യാസം. അത് യൂനിസിനെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടത്തില്ല. യൂനിസ് അല്ലല്ല പാസ്റ്ററെ, നിങ്ങൾ പറഞ്ഞു. യൂനിസ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു. കുറെ നേരം ഒരു മിനിറ്റ്. നിങ്ങൾ ന്യായപ്രമാണത്തിൽ 2 സാക്ഷ്യം വേണം എന്ന് പ്രവാചകന് ഒരു കള്ളപ്രവാചകനല്ല എന്ന് തെളിയണമെങ്കിൽ ന്യായപ്രമാണത്തിൽ 2 സാക്ഷികൾ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞുകൂടെ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം സക്കറിയ പുസ്തകത്തിലേക്കും ഇതിലേക്കും പോവുകയാണ്. നിങ്ങൾ നേർക്ക് നേരെ സാക്ഷ്യം കൊണ്ടുവരും. ഞാൻ അവിടെ കൊണ്ടുവന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിൽ അവർക്ക് യഹൂദന്മാർക്ക് അറിയാം കൃത്യമായിട്ട് ഒരു കള്ളപ്രവാചകൻ ഏതാണ് ശരിയായിട്ടുള്ള പ്രവാചകൻ എന്ന് നിങ്ങളാണ് ഇവിടെ മാനദണ്ഡം വെച്ചത്. ഇപ്പൊ നിങ്ങൾ സക്കറിയാവിൽക്കാ പോണത്. ഞാനാ നിങ്ങളെ മുന്നിൽ മാനദണ്ഡം വെച്ചത്. ഇതുപോലൊരു മാനദണ്ഡം നിങ്ങൾ വെക്കൂ. അതിപ്പോ നിങ്ങളിപ്പോ ആ മാനദണ്ഡം പറയുന്നില്ലല്ലോ. നിങ്ങൾ സക്കറിയാവിന്റെ പുസ്തകത്തിലേക്കും മത്തായിയുടെ പുസ്തകത്തിലേക്കാ പോകുന്നത്.
മാനദണ്ഡം വെക്കൂ, ഒരു കള്ളപ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാന്ന്. ഈ തിരിച്ചറിവില് യഥാർത്ഥത്തിൽ ഇവിടെ ശരിക്കും യേശു ക്രിസ്തുവിനല്ലേ ബാധകം? അതിലെവിടെയാണ് മുഹമ്മദ് നബിക്ക് ബാധകം? നിങ്ങൾ മാനദണ്ഡം വെക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം. ഒരു പ്രവാചകനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഈ നിയമാവർത്തനം 18 പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അതാണ് പറഞ്ഞത്. യഹൂദന്മാർക്ക് അറിയാം ഒരു പ്രവാചകനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന്. എന്നിട്ട് താങ്കൾ പറഞ്ഞ അതിന് 2 സാക്ഷ്യം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നത്. കൃത്യമായിട്ട് മാനദണ്ഡം ഞാൻ ഇവിടെ വെച്ചു. ആ മാനദണ്ഡ പ്രകാരം യേശു കള്ളപ്രവാചകനാണ്. നിങ്ങൾ മാനദണ്ഡം വെക്കൂ. മറ്റു നിങ്ങളെ ദുർവ്യാഖ്യാനങ്ങളല്ലേ, അതെനിക്ക് വേണ്ട. മറ്റൊക്കെ നിങ്ങളെ ദുർവ്യാഖ്യാനാണ്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് തെളിവ് വന്നു. യേശു അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിച്ചു എന്ന് യഹൂദന്മാർക്ക് ബോധ്യപ്പെട്ടു. എന്റെ പൊന്ന് യൂനുസെ, യേശുക്രിസ്തുവിന്റെ ശത്രുക്കൾ പതിയിരുന്നു കൂടാതെ നടത്തി ഇരുട്ടിന്റെ ശക്തികൾ അവനെ പിടിച്ചു ക്രൂശിച്ചു. പക്ഷെ അവൻ മരണത്തെ ജയിച്ച് എഴുന്നേറ്റു. മുഹമ്മദിന്റെ കാര്യത്തിലോ തന്റെ രതിവൈകൃതങ്ങൾ സഹിക്കാൻ വയ്യാതെ ഐഷ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു മുഹമ്മദിനെ എന്നാണ് ഷിയാക്കള് പറയുന്നത്. അയാൾ ഉയർത്തെഴുന്നേറ്റുമില്ല. അയാളുടെ ശവം 4 ദിവസം ഉറുമ്പരിച്ച് കിടന്നു. അനുയായികള് അധികാരത്തിന് വേണ്ടി അടിപിടി കൂടി. ഒരു നല്ല ചവാടക്ക് പോലും കിട്ടിയില്ല. ഈ ഗതികെട്ടവനെയാണ് നിങ്ങൾ പ്രവാചകനാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വരുന്നത്. എന്ത് കഷ്ടമാണെന്ന് ഓർത്തോണം. അല്ല, യഹൂദന്റെ മാനദണ്ഡ പ്രകാരം ഇവിടെ പിന്നെ യേശു കള്ളപ്രവാചകനായില്ലേ? അത് നിങ്ങൾ പറയും. മറ്റതൊക്കെ വേറെ സബ്ജക്റ്റ് അല്ലേ? യഹൂദന്റെ മാനദണ്ഡ പ്രകാരം ഇവിടെ യേശു കള്ളപ്രവാചകനായി. കാരണം ആ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റും, അതവർക്ക് ബോധ്യമായി. യേശുവിനെ നിങ്ങൾ പറയണു യേശുവിനെ അവർ കൊന്നൂന്ന്. അപ്പൊ ക്ലിയർ അല്ലേ? നിയമാവർത്തനം 18 മാനദണ്ഡ പ്രകാരം അത് നിങ്ങൾ പറയാതെ ഇപ്പോ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതൊന്നും അല്ലല്ലോ നമ്മളെ വിഷയം. ഇവിടെ കള്ളപ്രവാചകൻ ആരാണ്? അത് ന്യായപ്രമാണം കൊണ്ട് തെളിയിക്കപ്പെടണം. ഞാനത് തെളിയിച്ചു താങ്കളെ മുന്നിൽ. ഇനി ന്യായപ്രമാണം മുഖേന നിങ്ങളും തെളിയിക്കോ മുഹമ്മദ് കള്ളപ്രവാചകനാണ്? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, യേശു ബെൽസെബൂലിന്റെ നാമത്തിലാ സംസാരിച്ചത്? അത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗിബോർ അല്ല, സോറി, ഈ യൂനിസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത് വീണ്ടും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ചോദിക്കുന്ന ഒറ്റ കാര്യത്തെ എൻഗേജും ചെയ്യുന്നില്ല. യേശു ക്രിസ്തു ബെൽസെബൂബിന്റെ നാമത്തിലാണ് അടയാളങ്ങൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തതെന്ന് ഒരു തെളിവ് കാണിച്ചേ. അവരാരോപിച്ചതാണ്, അതൊന്ന് കാണിച്ചേ. യൂനിസ് പോയി.